അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അബ്ദുൽ ഹമീദ് വൈസി അമ്പലക്കട ഉസ്താദിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ്. അതിന് ശബ്ദരേഖ നൽകുന്നു ഷാജഹാൻ പാണ്ടിക്കാട്. ഇന്ന് കാസർഗോഡ് കുണിയയിൽ നിന്ന് മടങ്ങുകയായിരുന്നു. മഗ്രിബ് ഇശാ നിസ്കാരങ്ങൾക്കായി ഒരു പള്ളിയിൽ കയറി. ഞങ്ങളെപ്പോലെ യാത്രക്കാരായ മറ്റൊരു സംഘവും വുളൂ ചെയ്യുന്നുണ്ടായിരുന്നു. സംഘത്തിലെ ഒരാൾ വന്നു സലാം പറഞ്ഞു. പരിചയപ്പെട്ട ശേഷം അവരുടെ നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പ് കാണിച്ചു തന്നു. വലിയ തർക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വിശദീകരിച്ചു. സമ്മേളനത്തിന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് 2 ബസ്സാണ് പോകുന്നത്. ഒന്ന് സമസ്തയുടെ വകയും രണ്ടാമത്തേത് ലീഗിൻ്റെ വകയും. നമുക്ക് സമസ്തയെയും മുസ്ലിം ലീഗിനെയും തമ്മിൽ തെറ്റിക്കണം. സമസ്തയെയും പാണക്കാട് തങ്ങന്മാരെയും തമ്മിൽ തെറ്റിക്കണം. കാരണം ഇതൊരു യുദ്ധമാണ്. യുദ്ധം ചതിപ്രയോഗമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 3 വർഷം മുമ്പ് ഒരു വാഫി എക്സിക്യൂട്ടീവ് ക്യാമ്പിൽ നടന്ന ചർച്ചയാണിത്. അന്ന് അതിൽ പങ്കെടുത്ത ഒരംഗം ഇത് പറഞ്ഞപ്പോൾ തമാശയെ തോന്നിയുള്ളൂ. പക്ഷേ കാര്യം അവിടേക്കാണല്ലോ പോകുന്നത്. പള്ളി വിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ കുറെ ആലോചിച്ചു. എന്തിനാണ് മുസ്ലിം ലീഗും സമസ്തയുടെ പ്രവർത്തകരും 2 തട്ടിൽ ആയത്? സമസ്തയുടെ വിവിധ വിദ്യാഭ്യാസ ഏജൻസികളിൽ ഒന്നായ വാഫി വഫിയ സംവിധാനത്തിൽ ചില പിശകുകൾ സംഭവിച്ചപ്പോൾ അത് തിരുത്താൻ മാതൃസംഘടനയായ സമസ്ത ശ്രമിച്ചു. വഴങ്ങാതിരുന്നപ്പോൾ അതിൻ്റെ സെക്രട്ടറിക്കെതിരെ സമസ്ത അച്ചടക്ക നടപടി സ്വീകരിച്ചു. പ്രശ്നം അതോടുകൂടി അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷേ ശേഷം തർക്കങ്ങളായി. മുസ്ലിം ലീഗും സമസ്തയുടെ പ്രവർത്തകരും ചർച്ചകളും വിവാദങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ. ചോദ്യം നമ്പർ 1, എന്തിനാണ് മുസ്ലിം ലീഗ് ഇതിൽ കക്ഷി ചേരുന്നത്? മുജാഹിദിൻ്റെയോ ജമാഅത്തെ ഇസ്ലാമിൻ്റെയോ തബ്ലീഗ് ജമാഅത്തിൻ്റെയോ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ തർക്കത്തിൽ മുസ്ലിം ലീഗ് ഒരിക്കലും കക്ഷി ചേർന്നിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും കക്ഷി ചേർന്നിട്ടുണ്ടോ? ഇല്ലെന്നു മാത്രമല്ല, പലപ്പോഴും അത്തരം തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നതിന് മധ്യസ്ഥരായാണ് പാർട്ടി ഇടപെടാറുള്ളത്. 2, ചോദ്യം നമ്പർ 2, അവസാന ഘട്ടം മുസ്ലിം ലീഗ് മധ്യസ്ഥ റോളിൽ വന്നു. മുസ്ലിം ലീഗിൻ്റെയും സമസ്തയുടെയും നേതാക്കൾ വിശദമായ ചർച്ചകൾ നടത്തി. 9 ഇന മധ്യസ്ഥ ഫോർമുല മുന്നോട്ട് വെച്ചു. അതും വാഫി വിഭാഗം അംഗീകരിച്ചില്ല. പിന്നെയും പാർട്ടി എന്തിനാണ് CICക്കൊപ്പം നിൽക്കുന്നത്? ചോദ്യം. 3, നിമിഷങ്ങൾ കൊണ്ട് തീർക്കാവുന്ന ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി മുസ്ലിം ജനലക്ഷങ്ങൾ നാട്ടിലും മറുനാട്ടിലും വീട്ടിലും പള്ളിയിലും മദ്രസയിലും മഹല്ലിലും സംഘടനയിലും പാർട്ടിയിലും തർക്കിക്കുന്നതും ഏറ്റുമുട്ടുന്നതും എന്തുകൊണ്ട്? ഇത് തീർക്കാൻ പറ്റാത്ത തടസ്സം എന്താണ്? വ്യക്തികളാണ് തടസ്സമെങ്കിൽ അവർ ആരാണ്? ഈ ഭിന്നിപ്പ് ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ചരിത്രം ഇന്നത്തെ നേതൃത്വത്തെക്കുറിച്ച് എങ്ങനെ വിലയിരുത്തും? ഇതൊക്കെ ചോദ്യാട്ടോ. അള്ളാഹുവിൻ്റെ അടുക്കൽ നാളെ മഹ്ശറയിൽ ഇന്നത്തെ നേതൃത്വം എങ്ങനെ മറുപടി പറയും? ചോദ്യം. അബ്ദുൽ ഹമീദ് വൈസി അമ്പലക്കടവ്, 28/1/2026. തീർക്കാൻ പറ്റാത്ത തടസ്സം എന്താണ്? ശബ്ദരേഖ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പോസ്റ്റും അവസാനിച്ചിരിക്കുന്നു.